നമസ്കാരം, ഞാൻ നസീർ ചൂർണിക്കരയാണ്. ഞാൻ ഒരു ചെറിയൊരു കാര്യം, ഒരു മെസ്സേജ്, അതായത് ഒരു സുഹൃത്തിൻ്റെ ബിസിനസ് കാര്യങ്ങളൊന്ന് ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയാണ്. ഒട്ടുമിക്കവും രാവിലെ കാണാറുണ്ട് അദ്ദേഹം ഇങ്ങനെ സൈക്കിളിൽ കുറേ സാധനങ്ങളുമായിട്ട് ഇങ്ങനെ പോരുന്നത്. വളരെ വലിയ കയറ്റങ്ങളൊക്കെ തള്ളി കയറി വളരെ ബുദ്ധിമുട്ടി പോരുന്ന കാഴ്ചകൾ കാണാറുണ്ട്. പല പ്രാവശ്യമായി അദ്ദേഹത്തോട് ചോദിക്കാമെന്ന് ഓർക്കുമ്പോൾ കയറ്റം കയറിയും അല്ലാതെ തിരക്കുപിടിച്ച് പോകുമ്പോൾ നമ്മൾക്ക് ചോദിക്കാനൊരു മടിയായിരുന്നു. ഇന്ന് ഞാൻ ആലുവയ്ക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടു. ഞാൻ ആലുവയിൽ പോയി പെട്ടതും മടങ്ങി വരുന്നപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു വീട്ടിൽ കച്ചവടങ്ങൾ നടത്തി ഇറങ്ങി വരുന്ന ഇതാണ് കണ്ടത്. അപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സുധാകരനാണ്. നമ്മുടെ ചൂർണിക്കര പഞ്ചായത്തിൽ പട്ടേൽപ്പുറം ഭാഗത്ത് ആണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ സൈക്കിളും ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു കച്ചവടവും ശൈലിയും ഒരു 10-35 കൊല്ലത്തോളമായി അദ്ദേഹം ഇതേ രീതിയിലുള്ള കച്ചവടങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. അരിപ്പൊടിയുണ്ട്, പപ്പടമുണ്ട്. എന്നാലും നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ചേട്ടൻ്റെ പേരൊന്നാണ് പറഞ്ഞത്? പേര് സുധാകരൻ. താമസം ഇവിടെ ജൂബിലി റോഡ്. ഇവിടെ അടുത്ത് തന്നെയാണ്. ചൂർണിക്കര പഞ്ചായത്തിനും ആലുവ മുനിസിപ്പാലിറ്റിക്കും ബൗണ്ടറി ഭാഗമാണ് ഈ പറയുന്ന ജൂബിലി റോഡ് കേട്ടോ. പിന്നെ ഇതിലെന്തൊക്കെയുണ്ട് ചേട്ടാ? ഈ സാധനങ്ങൾ പപ്പടമുണ്ട്, അരിപ്പൊടി, അച്ചാറുകളും ഒക്കെ ആയിട്ട് എല്ലാം ഉണ്ട്. നമുക്ക് ഒരു 300 വീടുണ്ട്. 300 സ്ഥിരം കസ്റ്റമർ ഉണ്ട്. ഓക്കെ, എത്തിച്ചു കൊടുക്കാം. അത് എല്ലാ ദിവസവും ഈ വീഡിയോ കളിച്ചല്ലോ? അല്ല, ആഴ്ചയിൽ ഓരോ ദിവസം. ഓക്കെ ഓക്കെ. അല്ലെ 300 വീടുകൾ കവർ ചെയ്യുമ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം. നമ്മളെ സ്നേഹം കൊണ്ടും നമ്മുടെ അവസ്ഥ കൊണ്ടും അവർക്ക് വേറെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. അല്ല, ഇപ്പൊ മുട്ടിനെയും പിന്നെ മാർജിൻ ഫ്രീകളും അത് മാത്രമല്ല ഓർഡർ ചെയ്ത് വരുന്ന കാലമൊക്കെ ആണെങ്കിലും ചേട്ടനോട് നാട്ടുകാർ വളരെയേറെ സഹകരിച്ചു പോരും. ഇന്നത്തെ സ്നേഹം അവരാണ് ഏറ്റവും വലിയ നമ്മുടെ സ്നേഹം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഈ സ്ഥിരം കസ്റ്റമർ ഉള്ളതിന്റെ നമ്മൾ ജീവിച്ചു പോകും. അതെ. എന്തായാലും ഇന്ന് സൈക്കിളൊക്കെ ആളുകൾ ഒഴിവാക്കി ബാറ്ററി സ്കൂട്ടറുകളും മറ്റു വാഹനങ്ങളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കാര്യം ലോൺ എടുത്തും അല്ലെങ്കിൽ വേറെ വല്ലവരുടെ സഹായങ്ങളൊക്കെ ആയിട്ട് പോരുന്നതാണ്. പക്ഷേ ഇദ്ദേഹം ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ കാണുന്നതാണ്. ഇപ്പോൾ എത്ര വർഷമായി? 35 വർഷം. ഏകദേശം നമ്മൾ പറഞ്ഞാൽ തന്നെ 35 വർഷത്തോളമായി അദ്ദേഹം ഈ സൈക്കിൾ. കാര്യം ഇത് ഭയങ്കരമായിട്ടുള്ള കയറ്റങ്ങളാണ്. ഇത് കണ്ട് പട്ടേൽപ്പുറം കയറ്റം എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു കയറ്റമാണ്. ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇറക്കം കാണാൻ പറ്റും. അതുപോലെ ഹൈറ്റ് കണ്ടോ? ആ പ്രദേശത്തൊക്കെയാണ് അദ്ദേഹം ഈ സൈക്കിളുമായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് കുട്ടികൾ മോളുണ്ട്. മോളുടെ വിവാഹം മോൻ അധികം നാളായോ? ആണല്ലോ.